നമസ്തേ. നമ്മൾ ഇന്ന് പേപ്പർ 3 പ്രോക്തി എന്ന ശീർഷകമാണ് പഠിക്കുന്നത്. किसी लिखित मौखिक या सांकेतिक भाषा के प्रयोग के विश्लेषण के विभिन्न तरीकों को प्रोक्ति विश्लेषण या कहते हैं. അതായത് എഴുത്ത് അല്ലെങ്കിൽ സംസാരം തുടങ്ങിയ ഭാഷയുടെ പ്രതീകാത്മകമായ ഉപയോഗം വിശകലനം ചെയ്യുന്നതിനുള്ള വിവിധ രീതികളെയാണ് പ്രോക്തി വിശ്ലേഷൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാചക വിശകലനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എഴുതുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഭാഷയുടെ പ്രതീകാത്മകമായ പല ഉപയോഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ഉപയോഗങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിനുള്ള വിവിധ രീതികളുണ്ട്, അല്ലെങ്കിൽ വിവിധ മാർഗങ്ങളുണ്ട്. അതിനെ നമുക്ക് പ്രോക്തി വിശ്ലേഷൺ എന്ന് പറയാം. किसी बात को कहने के लिए प्रयुक्त वाक्यों का उस समुच्चय को प्रोक्ति कहते हैं. അതായത് എന്തെങ്കിലും പറയാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമുക്ക് പ്രോക്തി എന്ന് വിളിക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും പറയാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളുടെ കൂട്ടം, ആ കൂട്ടത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആ വാക്യങ്ങളുടെ കൂട്ടത്തെ പ്രോക്തി എന്ന് വിളിക്കാൻ സാധിക്കും. जिसमें एकाधिक वाक्य आपस में सुसंबद्ध होकर अर्थ और संरचना की दृष्टि में एक इकाई बन गए हैं. അതായത് ഒന്നിലധികം വാക്യങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് അർത്ഥത്തിൻ്റെയും ഘടനയുടെയും അടിസ്ഥാനത്തിൽ ഒരൊറ്റ യൂണിറ്റായി മാറുന്നു. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയാൻ പോകുമ്പോൾ ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വാക്യമല്ല, ഒന്നിലേറെ വാക്യങ്ങൾ പറയും. ഒന്നിലേറെ വാക്യങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ ആ ഒരു ലാംഗ്വേജിൻ്റെ പരസ്പരം അർത്ഥത്തിൻ്റെയും ഘടനയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇക്കായി എന്ന് വിളിക്കാം. ഒരു യൂണിറ്റ്, ഒരു അധ്യായം എന്ന് വിളിക്കാം. സഭി വ്യാകരൺ പ്രായഃ ഇസ് ബാത് സേ सहमत रहे हैं कि वाक्य ही भाषा की आधारभूत इकाई होती है. വാക്യം എന്ന് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റാണെന്ന് എല്ലാ വ്യാകരണ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പം ഒരു ലാംഗ്വേജിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് വാക്യമാണ് എന്ന് ഒരുപാട് വ്യാകരണകർത്താക്കൾ അല്ലെങ്കിൽ വ്യാകരണ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുള്ളതാണ്. വാക്യസേ മനത്തവ്യ പൂരാ ഹോ ജാത്താ ഹേ. വാക്യം അർത്ഥത്തെ പൂർത്തീകരിക്കുന്നു. വാക്യസേ മനതവ്യ പൂരാ ഹോ ജാത്താ ഹേ. അപ്പം വാക്യം എന്ത് ചെയ്യുന്നു? അർത്ഥത്തെ പൂർത്തീകരിക്കുന്നു. अपने आप में पूर्ण और स्वतंत्र होने के कारण वाक्य भाषिकी विश्लेषण का आधार बन जाता है. പൂർണ്ണവും സ്വതന്ത്രവുമായതിനാൽ വാക്യം ഭാഷാ വിശകലനത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നു. അപ്പോൾ ഒരു വാക്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വാക്യം എന്ന് പറയുന്നത് ആപ്മേം പൂർണ്ണ ഓർ സ്വതന്ത്ര, അത് പൂർണ്ണവുമാണ് സ്വതന്ത്രവുമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണവും സ്വതന്ത്രമായതുകൊണ്ട് തന്നെ അത് ഭാഷാ വിശകലനത്തിൻ്റെ അടിസ്ഥാനമായി മാറുകയാണ് ചെയ്യുന്നത്. നോക്കിയേ, तथापि विचारों के आदान प्रदान के लिए वाक्य पर्याप्त नहीं होते. പക്ഷേ സമ്പൂർണ്ണ ആശയവിനിമയത്തിന് സമ്പൂർണ്ണമായ ആശയം കൈമാറാൻ അത് പര്യാപ്തമല്ല എന്നാണ് പറയുന്നത്. അപ്പം ഏതൊരു കാര്യത്തിനും എന്തുണ്ടാവും? പരിധി ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ആശയങ്ങൾ കൈമാറാൻ വാക്യങ്ങൾ പര്യാപ്തമല്ല. നമുക്കൊരു കാര്യം പൂർണ്ണമായും ഒരാളോട് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം പറയാൻ, അപ്പോൾ അത് പൂർണ്ണമായും അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വാക്യങ്ങൾ കൊണ്ട് പര്യാപ്തമല്ല എന്നാണ് പറയുന്നത്. പിന്നെന്താണെന്ന് നോക്കിയേ, അതായത് പൂർണ്ണ
संप्रेषण के लिए वाक्य की सीमा को पार करना पड़ता है तथा प्रकरण और संदर्भ सहित संप्रेषण करने के लिए सुसंबद्ध वाक्यों का उपयोग करना पड़ता है. അതായത് സമ്പൂർണമായ ആശയവിനിമയത്തിന് ഒരാൾ വാക്യത്തിൻ്റെ പരിധി മറികടക്കണം എന്നാണ് പറയുന്നത്. ഒരു വാക്യം കൊണ്ട് ഒരാൾക്കൊരു കാര്യം മനസ്സിലാവില്ല. ആ വാക്യത്തിൻ്റെ പരിധി മറികടന്ന് വിഷയവും സന്ദർഭവും ഉൾപ്പെടെ ആശയവിനിമയം നടത്താൻ നന്നായി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുള്ള ബന്ധിപ്പിച്ചിട്ടുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുകയും വേണം. അപ്പം നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു സെൻറ്റൻസ് കൊണ്ട് സാധിക്കില്ല, ഒരു വാക്യം കൊണ്ട് സാധിക്കില്ല. അതിന് നമ്മൾ ഉദ്ദേശിച്ച കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവും സന്ദർഭവും അനുസരിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ഒരു ആശയവിനിമയത്തിൽ പറയേണ്ടതായി വരും. എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഏക് ദൂസരെ സെ ജുഡേ ഹുയേ സതത് വാക്യോं का സമൂഹ പ്രോക്തി ഹേ. അങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന തുടർച്ചയായ വാക്യങ്ങളുടെ ഒരു കൂട്ടത്തെ നമുക്ക് പ്രോക്തി എന്ന് വിളിക്കാം. അതായത് ഏക് ദൂസരെ സെ ജുഡേ ഹുയേ സതത് വാക്യോं का സമൂഹ പ്രോക്തി ഹേ. പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഇങ്ങനെ തുടർച്ചയായ വാക്യങ്ങളുടെ ഒരു സമൂഹത്തെ, ഒരു കൂട്ടത്തെ നമുക്ക് പ്രോക്തി എന്ന് വിളിക്കാം. समाज भाषा विज्ञान के विकास के कारण इस ओर लोगों का ध्यान गया है. സാമൂഹിക ഭാഷാശാസ്ത്രത്തിൻ്റെ വികാസം കാരണം ആളുകളുടെ ശ്രദ്ധ ഇതിലേക്ക് വന്നു. എന്ത് ശ്രദ്ധയാണെന്ന് നോക്കിയോളൂ. अर्थ और संरचना आदि सभी दृष्टियों से विचार करने पर प्रोक्ति ही भाषा की मूल फूल सहज इकाई ठहरती है. അതായത് അർത്ഥം, ഘടന മുതലായ എല്ലാ വീക്ഷണകോണുകളിൽ നിന്ന് പരിഗണിക്കുമ്പോഴും ഉച്ചാരണം എന്ന് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റുകളിൽ ഒന്നെന്ന് പറയുന്നത് വാക്യമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് വാക്യം മാത്രമല്ല, പിന്നെയോ അതിൻ്റെ ഉച്ചാരണം കൂടിയാണ് എന്ന് പറയുന്നു. അതും ഒരു ബേസിക് യൂണിറ്റ് ആണ് ലാംഗ്വേജിൻ്റെ എന്ന് പറയുന്നു. അത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ്? അർത്ഥത്തിൻ്റെയും ഘടനയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ. और क्योंकि समाज में विचार विनिमय के लिए उसी का प्रयोग किया जाता है तथा वाक्य उसी का विश्लेषण करने पर प्रोक्त होते हैं, अतः वाक्य मूलत भाषा की सहज इकाई नहीं हो सकते. അതായത് മാത്രമല്ല സമൂഹത്തിലെ ചിന്തകൾ, സാമൂഹികമായ ചിന്തകൾ കൈമാറാൻ നമ്മൾ സാധാരണ ഉച്ചാരണം, നമ്മുടെ ഭാഷാ ഉച്ചാരണം അല്ലേ ഉപയോഗിക്കുകയും അതേ വിശകലനത്തിലൂടെ വാക്യങ്ങൾ നമ്മൾ ലാഭിക്കുകയും ചെയ്യുന്നു. അതിനാൽ വാക്യങ്ങൾ എന്ന് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാനമായ യൂണിറ്റാണ്. അതുപോലെ തന്നെ ഉച്ചാരണവും ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സമൂഹത്തിലെ എന്ത് ചിന്തകളായാലും നമ്മളത് കൈമാറുന്നതിന് വേണ്ടി നമുക്ക് ഒരു സെൻറ്റൻസ് ബേസ് ആയിട്ടൊന്നുമല്ല, നമ്മൾ ഏത് തരത്തിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രൊനൗൺസേഷൻ അല്ലെങ്കിൽ ഉച്ചാരണം നടത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെൻറ്റൻസ് ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റ് ആണെങ്കിൽ ഉച്ചാരണവും ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. प्रोक्ति भाषा विज्ञान में एककालीन कालक्रमिक तुलनात्मक व्यतिरेकी तथा सैद्धांतिक रूप में अध्ययन करते हैं. അതായത് ഭാഷാശാസ്ത്രത്തിൽ ഒരേ സമയം കാലക്രമത്തിൻ്റെയും താരതമ്യപ്പെടുത്തലുകളുടെയും വൈരുദ്ധാത്മകവും സൈദ്ധാന്തികവുമായ രീതികളിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് ഏകകാലിക്, ഒരേ സമയം തന്നെ കാലക്രമിക് എന്ന് പറഞ്ഞാൽ കാലക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലും തുലനാത്മക എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലും വ്യതിരേകി ഓർ സൈദ്ധാന്തിക് അതായത് വൈരുദ്ധ്യാത്മകതയുടെയും സൈദ്ധാന്തികതയുടെയും അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നു. പെഹലെ
ഭാഷാ കി മൂൽഭൂത് സഹജ് ഇക്കായി വാക്യ മാനി ജാതി ദി. ഭാഷയുടെ അടിസ്ഥാനവും അടിസ്ഥാനപരമായ ലളിതമായ യൂണിറ്റ് വാക്യം തന്നെയാണ് എന്ന് വീണ്ടും പറയുന്നു. ഇസ്ലിയെ അബ് തക് വിശ്വമേം പ്രാചീന കാൽ ഹോ യാ ആധുനിക കാൽ ഭാഷാ പർ ജോ ഫി കാം ഹുവാ ഹേ ഉസ്കാ ആധാർ വാക്യ ഹേ. അതുകൊണ്ടാണ് ഏതാണ് പ്രാചീന കാലത്തും ആധുനിക കാലത്തായാൽ പോലും ലോകത്ത് ഭാഷയെ സംബന്ധിച്ച് ഇതുവരെ നടന്നിട്ടുള്ള ഏതൊരു പ്രവർത്തനവും വാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ ഒരു ഭാഷയെ സംബന്ധിച്ച് പ്രാചീന കാലത്തായാലും ആധുനിക കാലത്തായാലും അതിനെ സംബന്ധിച്ച് നടന്നിട്ടുള്ള എന്ത് കാര്യവും തുടങ്ങുന്നത് വാക്യത്തെ അടിസ്ഥാനമാക്കിയാണെന്നാണ് പറയുന്നത്. इधर समाज भाषा विज्ञान के परिप्रेक्ष्य में वाक्य के भाषा की मूलभूत सहज इकाई होने की बात पर प्रश्नवाचक चिक लाफ तथा भाषा की मूलभूत इकाई ऐसे वाक्य समूह को मानते लगे जिसके सभी वाक्य सुसंबद्ध हो तथा जो मिलकर किसी बात को कहने में समर्थ है. അതായത് ഇവിടെ സാമൂഹിക ഭാഷാശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണിൽ വാക്യം ഭാഷയുടെ അടിസ്ഥാനമായ ലളിതമായ യൂണിറ്റ് എന്ന ആശയത്തിൽ ഒരു ചോദ്യമായി ഇടുകയും ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റ് എല്ലാ വാക്യങ്ങളും യോജിച്ച ഒരു വാക്യ ഗ്രൂപ്പായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് വാക്യമാണ് എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് വാക്യം മാത്രമല്ല ഉച്ചാരണം കൂടിയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് സമാജ് ഭാഷാ വിജ്ഞാൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, അതിൻ്റെ ഒരു സിദ്ധാന്ത പ്രകാരം പറയുന്നു ഭാഷയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുമാത്രമല്ല ഒരു വാക്യമല്ല, വാക്യങ്ങൾ ചേർന്ന ഒരു കൂട്ടമാണ്. അതിനെയാണ് വാക്യ സമൂഹ് എന്ന് പറയുന്നത്. ഐസേ വാക്യ സമൂഹ് കോ ഹി പ്രോക്തി കഹത്തെ ഹേ. അങ്ങനെയുള്ള വാക്യങ്ങളുടെ ഒരു സമൂഹത്തെയാണ് പ്രോക്തി എന്ന് പറയുന്നത്.